അങ്ങനെ അറ്റ് ലാസ്റ്റ് കറുപ്പ് കണ്ടു. അതും ഫാൻ ഷോ തന്നെ കണ്ടു. എനിക്ക് സാധനം ഇഷ്ടമായി. എനിക്ക് വർക്കായി. അല്ല ഒരു പക്കാ കൊമേഴ്ഷ്യൽ പടം. നമ്മൾ കുറേ കാലമായിട്ട് ഒരു സൂര്യ പടത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാധനമുണ്ട്. ആൻഡ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടേക്കാണ്. അത് തന്നെയാണ് എനിക്ക് സിനിമയിൽ വർക്കാവാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒന്ന്. കാരണം ഒരു ക്ലീഷേഡ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പടമാണെങ്കിലും ഈ സിനിമയുടെ ഒരു കോൺസെപ്റ്റ് കുറച്ച് വ്യത്യാസമുള്ളതാണ്. ഈ ലിറ്ററലി ഈ സിനിമയിൽ സൂര്യ ദൈവമാണ്. ആ ഒരു കറുപ്പ് സാമ്യമായിട്ട് തന്നെയാണ്. അതിൻ്റെ ഒരു ഇൻകാർണേഷൻ എന്നുള്ള രീതിയിലാണ് സിനിമ. അതുകൊണ്ട് തന്നെ ഈ സാധനം ഇപ്പോൾ ഈ മൂപ്പര് സാമ്യമായിട്ട് തന്നെ ഈ സിനിമയിൽ അവതരിക്കുന്നു എന്നുള്ളൊരു പരിപാടി മനസ്സിലാവില്ല മീൻസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ സിനിമ ഒട്ടും നിങ്ങൾക്ക് ഇഷ്ടാവില്ല. ഒരു പൊടിക്കും ഇഷ്ടാവില്ല. ഒരു വളരെ വേസ്റ്റ് പടമായിട്ട് തോന്നും. പക്ഷേ വൺസ് അതൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഇന്നായാൽ പിന്നെ ഈ സാധനം നന്നായിട്ട് വർക്കാവും. എനിക്ക് അങ്ങനെയാണ് വർക്കായത്. ആ ഒരു മോഡിലാണ് നമ്മൾ ഈ സിനിമ ഫുള്ളായിട്ട് ആ ഒരു വൈബിലായിരിക്കും മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ ട്രെയിലർ കാണുന്ന പോലെ ഒരു കോർട്ടിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ കോർട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കറുപ്പസ്വാമി ഡയറക്റ്റായിട്ട് ഇറങ്ങി വരുന്നു എന്നുള്ളൊരു ആ ഒരു പ്രിമൈസാണ് ഈ ഒരു പടത്തിൽ. പക്ഷേ അത് വെച്ചിട്ട് നല്ല എൻഗേജിങ് ആയിട്ട് സിനിമ ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഫ്ലിക്ക് തന്നെയാണെങ്കിൽ അതിൽ നമ്മൾ സ്ഥിരം കാണാറുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു മാസ് മസാല സാധനം വേണം എന്ന രീതിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു പ്ലോട്ടിനെ നല്ല എൻഗേജിങ് ആയിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. തന്നെ അതിൽ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഈ തൃഷയുടെ ക്യാരക്ടർ മാത്രം എനിക്ക് വെറുതെ ആവശ്യമില്ലാത്തതായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും പ്രോപ്പർലി പ്ലേസ് ചെയ്ത് നല്ല എൻഗേജിങ് ആയിട്ട് ഒട്ടും ബോറടിപ്പിക്കാതെ 2-2.5 മണിക്കൂർ നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. ആക്ഷൻ ഉണ്ട്, മാസ് ഉണ്ട്. ദെൻ സായ് അഭ്യങ്കർ ഈ പടത്തിൽ പൊളിച്ചടിക്കുന്നുണ്ട്. കാരണം ഇതിന് മുമ്പുള്ള ട്രാക്സ് ഒന്നും എനിക്ക് ഒരു ഓക്കെ മോഡലൊരു സാധനം വലിയ വേറെ ലെവൽ പരിപാടിയായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഇതിൽ ഈ ചങ്ങായി പൊള്ളിച്ചടുക്കിയിട്ടുണ്ട്. മൂപ്പര് കാരണമാണ് ഈ പല സീനുകളും ഇങ്ങനെ എലിവേറ്റ് ആയി നിൽക്കുന്നത്. ആ ഒരു പടം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പുറത്ത് വരുമ്പോഴും അവസാനത്തെ ആ ഒരു ട്രാക്കൊക്കെ നമുക്കിങ്ങനെ മനസ്സിലിങ്ങനെ നിൽക്കും. നമ്മൾ തന്നെ അറിയാതെ ഇങ്ങനെ ആ ഒരു വൈബുണ്ട്. ഈ ഒരു പടത്തിനിങ്ങനെ എലിവേറ്റ് ചെയ്ത് ഒരു മാസ് ഫീലിലേക്ക് കൊണ്ടുവരുന്നത് സായിയുടെ മ്യൂസിക്കാണ്. സായിയുടെ മ്യൂസിക് ഈസ് ടോപ്പ് നോച്ച് ഇൻ ദിസ് മൂവി. ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചാറ്റ് ബസ്റ്റേഴ്സ് ആയിരുന്നു. പ്രത്യേകിച്ച് മറ്റേ ആ ഒരു കറുപ്പ് സമയം പിന്നെ അവർ വീരപ്പ എന്ന് പറഞ്ഞ സാധനമൊക്കെ അങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കേൾക്കാൻ നല്ല വൈബാണ് ആ സാധനം. അതിൻ്റെ ആ ഒരു എക്സ്റ്റൻഡ് വെർഷനൊക്കെ ഈ 2 ദിവസം പറഞ്ഞത് അത് ഈ പടത്തിലിങ്ങനെ ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ പടം സ്റ്റാർട്ട് ടൈറ്റിൽ മുതൽ ഈ സാധനം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ വെറുതെ മുഴച്ചു നിൽക്കുക അല്ല, പ്രോപ്പർ സീനിനോട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന പോലെയാണ് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ എല്ലാം നല്ല കിടില സ്കോർ. എനിക്ക് ഈ സിനിമയിൽ ഒരു പക്ഷേ ഈ സ്കോറുകളല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് വളരെ മറ്റേ നോർമലായിട്ടുള്ള ജസ്റ്റ് ഒരു ആവറേജ് പടം മാത്രമായേനെ. കാരണം ആ സീനിൻ്റെ ആ ഒരു എലിവേഷൻ വരുന്നത് മ്യൂസിക്കിലാണ്. ചില സമയത്ത് സീനിൽ അത്ര ഇല്ലെങ്കിൽ പോലും മ്യൂസിക് ഇങ്ങനെ ബൂം ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ മ്യൂസിക് ഈസ് ടോപ്പ് നോച്ച്. ആൻഡ് ആക്ടർ സൂര്യ അങ്ങനെ കരിയറിൽ ഒരു സൂര്യ ഫാനാണെങ്കിൽ നിങ്ങൾ കുറേ അനുഭവിച്ചിട്ടുണ്ടോ. കുറേ വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾക്ക് ഒരു ചെറിയൊരു സമാധാനം നമുക്ക് കിട്ടുന്നൊരു പടമാണ്. റീസെൻ്റ്ലി പുറത്തിറങ്ങിയ റിട്രോയും കങ്കുവയും ഒക്കെ എനിക്ക് വളരെ അതിന് മുമ്പ് ഇറങ്ങിയ പടങ്ങളൊക്കെ അറിയാമല്ലോ. മറ്റേ താനാശ എന്തോ കൂട്ടോ അത് ഇതെന്നൊക്കെ പറഞ്ഞ് അതിലൊക്കെ നമുക്ക് മിസ്സായിട്ടുള്ള സാധനം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു സാധനം അത് ഇതിൽ കുറേ സ്ഥലത്തൊക്കെ കിട്ടുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ലിറ്ററലി അതിലേക്ക് ഇന്നായാൽ മാത്രമേ കിട്ടുള്ളൂ. ഈ ഒരു ഗോഡ് മോഡ് അക്സെപ്റ്റ് ചെയ്താൽ തന്നെ ആ പടത്തിൻ്റെ മോട്ടീവേ അതാണ്. ഇപ്പോൾ ഗോഡ് മോഡ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ പരിപാടി ആണ് പടം മുഴുവൻ. സോ അത് വൺസ് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പടം ഒട്ടും ഇഷ്ടാവില്ല, തീർത്തും നിരാശയായിരിക്കും. പക്ഷേ അതിലേക്ക് ഇന്നായാൽ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫാൻ ഷോ ഒക്കെ പൊളിയായിരുന്നു. നല്ല കിഡിലും വൈബായിരുന്നു. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി ടോപ്പ് നോച്ച്. നല്ല പൊളി സാധനം. മ്യൂസിക് പോലെ തന്നെ നല്ല ഫ്രെയിംസുകളൊക്കെ ഇങ്ങനെ പൊളി സാധനം. നിങ്ങൾക്ക് പിന്നെ വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ കുറേ സിനിമയിലുണ്ട്. എല്ലാം നല്ല പീക്ക് സാധനങ്ങളായിരുന്നു. ഒരു കൊമേഴ്ഷ്യൽ പടത്തിന് എന്തൊക്കെ വേണം അതെല്ലാം ഈ പടത്തിലുണ്ട്. അത്ര ഉള്ള പരിപാടി. ഒരു ആർട്ട് മൂവിയോ വേറെ പരിപാടിയൊന്നുമല്ല. നമുക്കൊരു കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യണം. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടറിൻ്റെ ഒരു പക്കാ കൊമേഴ്ഷ്യൽ പടം എൻജോയ് ചെയ്യണം എന്നുള്ള രീതിയിൽ കാണുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ്. സിനിമാറ്റോഗ്രഫി അടിപൊളിയാണെങ്കിലും ഇതിൽ ചില സ്ഥലത്ത് ഒരൊറ്റ ആക്ഷൻ ബ്ലോക്കുകളിൽ മാത്രം ഈ ഹെഡ് റീപ്ലേസ്മെൻറ്റ് ഫൈറ്റ് ഉണ്ടല്ലോ, മറ്റേ നമ്മൾ കൂലിയിലും കുറേ പടത്തിൽ റീസെൻ്റ്ലി കണ്ടതാണ്. ആ VFX വെച്ച് തല മാത്രം അനങ്ങൂല, ബാക്കിയൊക്കെ അനങ്ങും. ആ ഒരു പരിപാടി ഒരു ഫൈറ്റ് മാത്രമുണ്ട്, ഒറ്റ ഫൈറ്റ് മാത്രം. അത് ഭയങ്കര നോട്ടബിളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതും പിന്നെ തൃഷയുടെ ലിപ്സിങ്കും വളരെ മോശം. ഡബ് എന്ന് പറഞ്ഞാൽ വളരെ ചങ്ങായി ഹിന്ദിയോ തെലുങ്കോ കന്നഡ എന്തോ ആണ് പറയുന്നത്. അത് മാത്രം എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നി. തൃഷ വായ തുറന്നാൽ വേറെന്തോ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഡബ്ബ് മാത്രം തമിഴില്ല. അങ്ങനെ വേറെ ഏതോ അന്യഭാഷാ നടീനെ കൊണ്ട് വെച്ച് ചെയ്യിപ്പിച്ച പോലെയാണ് എനിക്ക് തൃഷയുടെ ഒരു പോർഷൻ മാത്രം ഫീൽ ചെയ്തത്. ആ ഒരു ക്യാരക്ടർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. വെറുതെ ഇങ്ങനെ കുത്തിക്കയറ്റി വെച്ചിട്ടുള്ളൊരു ക്യാരക്ടർ. ഇത് രണ്ടും മാത്രം എനിക്ക് ഈ സിനിമ ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം നല്ല പ്രോപ്പർലി പോകുന്ന, ഇപ്പോൾ പ്രത്യേകിച്ച് സൂര്യ ഫാൻസിനൊക്കെ നമുക്ക് അർമാദിക്കാൻ പറ്റിയ കുറേ ക്യാമിയോ സാധനങ്ങളും കുറേ അങ്ങനത്തെ കുറേ റെഫറൻസ് സാധനങ്ങളൊക്കെ സിനിമയിൽ ഇങ്ങനെ
ത്രൂ ഔട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒന്നും ഇൻജെക്ട് ചെയ്തിട്ടല്ല, നല്ല ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഈവൻ വിജയ് ഫാൻസിനെ ഓർമ്മിക്കാനുള്ള സാധനങ്ങളടക്കം സിനിമയിലുണ്ട്. സോ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് ആ ഒരു ഗോഡ് മോഡ് വൈബ് തന്നെയായിരുന്നു. ആൻഡ് അത് പറയുമ്പോൾ തന്നെ ഞാനീ പറഞ്ഞു, ഈ സാധനം പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിലെ ഈ ഒരു ദൈവ പരിപാടിയാണെന്ന് പറഞ്ഞ് ഇതെന്താ ഇത് ദൈവമോ, ഇതെന്ത് ലോജിക്കാണ് ഇതിലുള്ളത് എന്നൊക്കെ നോക്കിയാൽ ബെസ്റ്റ് പരിപാടി ഈ സിനിമയ്ക്ക് പോകാണ്ടിരിക്കുന്നതാണ്. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ട്രെയിലർ കണ്ട് നിങ്ങൾക്ക് ഒരു കറുപ്പ് സാമ്പി തന്നെ വരികയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പടത്തിന് കയറുകയാണെങ്കിൽ നല്ല വൈബുള്ളൊരു പടമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.